വിവോയുടെ വിവോ Y37M 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y37M 5G എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ Y37M 5Gയിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഫോണിന്റെ വില 11,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പഞ്ചോൾ ഡിസൈനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 89.64% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ഫുൾ HD റെസൊല്യൂഷനോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസൈനോ ഒക്കെ ഇതിൽ കൊടുക്കായിരുന്നു. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.39 mm ആണ്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രോസസറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ച ഫീച്ചേഴ്സ് അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ക്യാമറയോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ബാറ്ററി സെറ്റപ്പോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അപ്പം മൊത്തത്തിൽ അത്ര മികച്ചൊരു ഫോൺ എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ വിവോ Y28S 5G അതുപോലെ തന്നെ Y28E 5G എന്നീ ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിവോ T3 Lite 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ആ ഫോണുകളിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സാണ് വരുന്നത്. ഇപ്പം വിവോ Y28E 5G എന്ന ഫോണിൽ ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ക്യാമറ സ്പെസിഫിക്കേഷനും ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. പ്രോസസ്സർ വിവോ Y28S 5G ഇതുപോലുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം ആ രണ്ട് ഫോണുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോണാണ് ഈ ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുള്ളൂ. എന്തായാലും വിവോയുടെ വിവോ Y37M 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിങ്ങിന് അത്ര മികച്ച ഫീച്ചേഴ്സ് ഇതിൽ വരുന്നതായിട്ട് തോന്നിയിട്ടില്ല ഓവറോൾ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.